അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് +2 ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ. നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് എടുക്കുകയാണ്, അതിൻ്റെ മേലേക്ക് എളുപ്പത്തിന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തേക്കണം കേട്ടോ, പോസിറ്റീവ് ചാർജ്. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണണം നമുക്ക്. അപ്പോൾ നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളാണ് എടുത്തേക്കണം അല്ലേ. ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ചാർജിനെ ഞാൻ ക്യൂ കൂളും എന്ന് കൊടുക്കുന്നുണ്ട്. ക്യൂ കൂളും ആണ് അതിൻ്റെ ചാർജ്. അതിൻ്റെ സർഫസ് ഏരിയ, ആ പാർട്ടിക്കിളിൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ സർഫസ് ഏരിയ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എസ്, ആ പാർട്ടിക്കിളിൻ്റെ സർഫസ് ഏരിയ എസ്. അപ്പോൾ എസ് സർഫസ് ഏരിയയിലാണ് മൊത്തമായിട്ട് എന്തുള്ളത്, നമ്മളുടെ ക്യൂ എന്നുള്ള ചാർജ് നമ്മൾ കൊടുത്തേച്ചിരിക്കുന്നത്. ക്യൂ എന്നുള്ള ചാർജ് കൊടുത്തേക്കുന്നത് എസ് സർഫസ് ഏരിയയിൽ മുഴുവനായിട്ട് നമ്മൾ കൊടുത്തേച്ചിരിക്കണം. ക്യൂ എന്നുള്ള ചാർജ് നമ്മൾ കൊടുത്തേക്കുന്നത് എസ് എന്നുള്ള സർഫസ് ഏരിയയിൽ നമ്മൾ മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് തരം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? എന്ത് തരം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് ഇത്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ക്വാണ്ടിറ്റി ആരാന്നറിയാം? സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ? സിഗ്മ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ. സർഫസ് ചാർജ് ഡെൻസിറ്റി കേട്ടോ, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾക്കിതൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലെയിൻ കണ്ടക്ടർ എടുത്തിരിക്കണം, പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ അല്ലേ. പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടറിൻ്റെ ബോർഡിൽ നമ്മൾ ഇങ്ങനെ നിർത്തിയിരിക്കണം കേട്ടോ. എന്നിട്ട് അതിന് രണ്ട് ഫേസസ് ഉണ്ടാവും, രണ്ട് സർഫസുകളുണ്ടാവും. ഇറ്റ് ഹാസ് 2 സർഫസസ് അല്ലേ. ഒരു സർഫസ് ഇപ്പുറത്തുണ്ടോ, ഒരു സർഫസ് ഇപ്പുറത്തുണ്ടോ. അപ്പോൾ ഇവിടെ ഇതിന് ചുറ്റുമുള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ഈ സർഫസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണണം, ഈ സർഫസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കാണുന്ന തരത്തിലാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന തരത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫേസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തേക്കണം, ഒരു പോയിന്റ് എടുത്തേക്കണം. അതുപോലെ അതിൻ്റെ അപ്പുറത്തെ ഫേസിൽ നിന്നും അതേ ഡിസ്റ്റൻസ് അകലെ തന്നെ ഒരു പോയിന്റ് എടുത്തേക്കാം. ഈ രണ്ട് പോയിന്റുകളെയും ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഗോസിയൻ സർഫസ്. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ പ്ലെയിൻ ഷീറ്റ് ആയതുകൊണ്ട് ഇതിന് ആപ്റ്റായിട്ടുള്ള ഗോസിയൻ സർഫസ് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. അപ്പോൾ വലിയൊരു റെക്റ്റാങ്കുലർ ബോക്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ വലിയൊരു റെക്റ്റാങ്കുലർ ബോക്സ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സർഫസിൽ കുഞ്ഞൊരു കഷ്ണ സർഫസ് ഏരിയ കൺസിഡർ ചെയ്ത് പിന്നെ അവിടുത്തെ ചെറിയ ഫ്ലക്സ് കണ്ടുപിടിച്ച് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ള പരിപാടി നമുക്ക് ഇവിടെ വേണ്ട. അത് ഈ ഒരു ഡെറിവേഷൻ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസ് എന്താണ്, ഓൾറെഡി ചെറുതാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ ഒരു ചെറിയ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ പോലെയുള്ള ഒരു ഗോസിയൻ റെക്റ്റാങ്കുലർ ബോക്സ് കൺസിഡർ ചെയ്തിരിക്കുക. ആ ബോക്സിൻ്റെ ഒരു എൻഡ് ഫേസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന, നമുക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് പോയിന്റിലുള്ളതും അതുപോലെ അതിൻ്റെ റൈറ്റ് ഫേസിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിരിക്കുക, റൈറ്റ് ഫേസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ റൈറ്റ് ഫേസിൽ നമ്മൾ ആരെടുത്തേക്കാണ്, അടുത്തൊരു പോയിന്റ് എടുത്തേക്കാണ്. അപ്പോൾ ആ പോയിന്റ് ഉൾപ്പെടുത്തുന്ന തരത്തിൽ അതിൻ്റെ അടുത്തൊരു എൻഡ് ഫേസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റുകളെയും ഉൾപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ ഗോസിയൻ റെക്റ്റാങ്കുലർ ബോക്സ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഈ എൻഡ് ഫേസിലെ സർഫസ് ഏരിയനെ DS എന്ന് വിളിക്കുന്നുണ്ട്. അതേ സർഫസ് ഏരിയ തന്നെയാണ് ഇവിടെയും വരാം. ഇവിടുത്തെ സർഫസ് ഏരിയനെ DS എന്ന് വിളിച്ചിട്ടുണ്ട്. സർഫസ് ഏരിയ ആണ് കേട്ടോ. ആ സർഫസ് ഏരിയയുടെ വെക്റ്റർ ഈ പോയിന്റിൽ അങ്ങോട്ടാണ് ടുവേഡ്സ് ലെഫ്റ്റ്. ഇനി ഇവിടത്താണെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് ഇത് അങ്ങോട്ട് പോകുന്നു, ഈ സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് DS വെക്ടർ അങ്ങോട്ട് ഡയറക്ഷനിൽ, ഇവിടുത്തെ DS വെക്ടർ ഇങ്ങോട്ട് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഗോസസ് തിയറം വെച്ച് നമുക്കിത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് വിൽ ബി ഇൻ നേച്ചർ അല്ലേ. ഡൈവേർജിങ് ആയിരിക്കും. ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ മൂവിങ് അവേ ഫ്രം ദ ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്ന് മൂവിങ് അവേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പുറ സൈഡിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട് വരും അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് അപ്പോൾ ഈ പ്ലെയിൻ ഷീറ്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് ആ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, ഡൈവേർജിങ് അവേ. അപ്പോൾ ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ബട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് DS വെക്ടർ അല്ലേ. അപ്പോൾ ഇവിടെ തീറ്റ എന്നുള്ള ആംഗിൾ എത്ര വരും, 0 വരും കേട്ടോ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്ര വരും, 0 വരും. സെയിം തന്നെയാണ് ഇവിടെയും. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനില്ല, ഇവിടത്തെയും ആംഗിൾ നമുക്ക് എത്ര തന്നെ വരാം, 0 ഡിഗ്രി തന്നെ വരും. ബിക്കോസ് DS ആൻഡ് E ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. DS ഉം E എങ്ങനെയാണ്, സെയിം ഡയറക്ഷനിലാണ്.
ഓക്കെ. ഇനി ഇത് നമ്മൾ രണ്ട് എൻഡ് ഫേസുകളാണ് ശ്രദ്ധിക്കണം. ബാക്കി നമുക്ക് ലാറ്ററൽ ഫേസുകളുണ്ട്, റെക്ടാങ്കുലർ സർഫസുകളായിട്ടുള്ള ലാറ്ററൽ ഫേസുകളുണ്ട് അല്ലേ. ആ ലാറ്ററൽ ഫേസുകൾ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ലാറ്ററൽ ഫേസ് എടുക്കുമ്പോൾ ഇവിടത്തെ ഇത് അപ്പർ സർഫസ് ആണ്. ഈ അപ്പർ സർഫസിലെ ഏരിയ വെക്ടർ മുകളിലേക്കാണ്, ബട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ കാണിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി ആവും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരും. ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈ ഡയറക്ഷനിലാണ്. സോ ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടർ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ. അഗെയിൻ ഇവിടുത്തെ ആംഗിൾ എത്ര? θ = 90 ഡിഗ്രി. സോ ഓൺ ദ ലാറ്ററൽ ഫേസസ് except end faces, on the lateral faces of the rectangular Gaussian surface, theta 90 degree ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? on the lateral faces of the Gaussian surface electric field is perpendicular to area vector. Therefore theta become 90 degree. Theta എന്നുള്ള ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി ആവും. theta ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഫ്ലക്സ് ഓൺ ദ ലാറ്ററൽ ഫേസ് ഓഫ് ദ ഗോസിയൻ സർഫസ് എത്രയാവും? phi = es cos 90. cos 90 0 ആയതുകൊണ്ട് അവിടെ ഫ്ലക്സ് ഇല്ല. അപ്പോൾ ഈ ലാറ്ററൽ ഫേസുകളിലൊന്നും നമുക്ക് എന്തില്ല? ഫ്ലക്സ് ഇല്ല. ഈ ലാറ്ററൽ ഫേസുകളിലൊന്നും ഫ്ലക്സ് ഇല്ല. Therefore flux of this plane sheet resides only at the two end faces. രണ്ട് എൻഡ് ഫേസുകളിൽ മാത്രമേ അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ. ബട്ട് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിരിക്കുന്നത് ചെറിയ ഏരിയ വെക്ടറുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇയാളുടെ ഈ പ്ലെയിൻ ഷീറ്റിൻ്റെ വളരെ ചെറിയ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും. നമുക്ക് ആ ഇലക്ട്രിക് ഫ്ലക്സ് ഒന്ന് കാണണം. സോ നൗ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓൺ ദ ടു എൻഡ് ഫേസസ് ഓഫ് ദ ഗോസിയൻ സർഫസ്. ഞാനപ്പോൾ ഈ സർഫസിലെ ഫ്ലക്സിനെ d∅1 എന്നും ഇപ്പറുള്ള ഫ്ലക്സിനെ d∅2 എന്നും കൊടുത്തിട്ടുണ്ട്. d∅2, d∅1 ആൻഡ് d∅2. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഫ്ലക്സിനെ ഞാൻ d∅ എന്ന് വിളിക്കുന്നുണ്ട്. സോ d∅ = d∅1 + d∅2. ഇവിടുത്തെ ഫ്ലക്സ് എടുക്കണം പ്ലസ് ആ സർഫസിലെ ഫ്ലക്സ് എടുക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഓൺ ദ ടു എൻഡ് ഫേസസ് കിട്ടും. ഓക്കെ. ബട്ട് d∅1 എന്ന് പറയുമ്പോൾ E.ds or EDS cos theta. അപ്പോൾ EDS cos theta ഇതേ സെയിം വാല്യൂ തന്നെയാണ് അപ്പുറത്തും വരെ EDS cos theta. ഈ രണ്ട് ഫേസുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തീറ്റ എന്നുള്ള ആംഗിൾ എത്രയാണ് വന്നേക്കണേ? തീറ്റ എന്നുള്ള ആംഗിൾ 0 ഡിഗ്രി. സോ EDS cos 0 വരും, ഇവിടെയും EDS cos 0 വരും. cos 0 1 ആയതുകൊണ്ട് നമുക്ക് θ = 0, therefore cos 0 1 ആയിട്ട് പോവും. അതുകൊണ്ട് d∅ = EDS cos 0. cos 0 1 ആണ്. EDS + EDS എന്ന് വരും. EDS + EDS, that is d∅ = 2 EDS. ഇത് ഈ ചെറിയ സർഫസുകളിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഈ ചെറിയ സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഈ പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. therefore now total electric flux due to the charged plane sheet of conductor. ഓക്കെ. ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണമെങ്കിൽ ഈ ചെറിയ ഫ്ലക്സിനെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ്. therefore ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു ദ പ്ലെയിൻ ചാർജ്ഡ് ഷീറ്റ് എന്ത് വരും? ഇൻറ്റഗ്രൽ d∅. phi = ഇൻറ്റഗ്രൽ d∅. d∅യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? d∅ = 2 EDS. അപ്പോൾ ഇൻറ്റഗ്രൽ 2 EDS. 2 E ഔട്ട് സൈഡ് എടുക്കുക. 2 കോൺസ്റ്റൻ്റ് ആണ്, E നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ അവർ ഔട്ട് സൈഡ് എടുക്കുക. ബാക്കി 2 E × ഇൻറ്റഗ്രൽ ds. വാട്ട് ഇസ് വാല്യൂ ഓഫ് ഇൻറ്റഗ്രൽ ds? ഇൻറ്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് പ്ലെയിൻ ഷീറ്റ്. പ്ലെയിൻ ഷീറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ആര്? ഇൻറ്റഗ്രൽ ds. ദാറ്റ് ഈസ് എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഗോസിയൻ സർഫസ്. ഹിയർ ഇറ്റ് ഈസ് S. അതുകൊണ്ട് ഇൻറ്റഗ്രൽ dsന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? S എന്ന് കൊടുക്കാം. therefore phi = 2 ES. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. നൗ ബൈ ഗോസസ് തിയറം phi = എന്താ? 1/ε0 × Q അല്ലേ. ബൈ ഗോസസ് തിയറം phi = 1/ε0 × Q. രണ്ടാൾക്കാരും phi കാണേണ്ട ഇക്വേഷൻ ആണ്. ഫ്രം 1 and 2 അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രം 1 and 2 2ES = 1/ε0 × Q. 2ES = 1/ε0 × Q. From that equation E = എന്തെഴുതാം? E = Q/2S∈0. ഇവിടെ Q/S നമുക്കറിയാവുന്നതാണ്. Q/S ആരാ? Q/S സിഗ്മ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Q/S = സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ ആരാ? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ. therefore E = എന്ത് പറയാം നമുക്ക്? E = σ/2ε0. therefore E = σ/2ε0. ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു
a charged plane sheet of conductor, electric field due to a charged plane sheet of conductor equal to sigma by 2 epsilon 0. Sigma by 2 epsilon 0. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് മറ്റുള്ള ചാർജഡ് പാർട്ടിക്കിൾസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പോലെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. This electric field or electric field due to a charged plane sheet of conductor is independent of distance. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റിൻ്റെ അടുത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റുകൾ എടുത്താലും ആ പോയിന്റുകളിലെ എല്ലാം ഇലക്ട്രിക് ഫീൽഡിന് സെയിം വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ മീനിങ് എന്താ? ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. കാരണം അതാരെ ഡിപ്പെൻഡ് ചെയ്യണില്ല? ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഡിസ്റ്റൻസ് ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ചില ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കുറയാം. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയാറ്. ബട്ട് ഇൻ ദിസ് കേസ് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ദെയർഫോർ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ, ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഓഫ് കണ്ടക്ടർ ഓൾവേസ് പ്രൊഡ്യൂസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് കേട്ടോ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഇസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇത് ആരെ ഡിപ്പെൻഡ് ചെയ്യണില്ല? നമ്മുടെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഈ ഫിഗർ നിങ്ങൾക്ക് ചിലപ്പോൾ വരയ്ക്കാൻ, ഇങ്ങനൊരു ഫിഗർ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് വരയ്ക്കാനൊക്കെ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. നമുക്ക് ഞാനിത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ഫിഗർ ഫോളോ ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് റെക്റ്റാങ്കുലർ ഷീറ്റിനെ നമ്മളത് ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഇതിനുള്ളിലൂടെ വേണമെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്താലും ലാറ്ററൽ ഫേസിൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? 0 ആണ്. എൻഡ് ഫേസുകളിൽ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ. സെയിം ഡെറിവേഷൻ തന്നെ, പിക്ചറിന് മാത്രം വ്യത്യാസം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതാണ് നമുക്ക് അതിനകത്തുള്ളത് കേട്ടോ. എളുപ്പത്തിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോളോ ചെയ്യാം. എനിവേ പഠിച്ചു വയ്ക്കുക. ഏത് ഫിഗർ ആണെങ്കിലും ഡെറിവേഷനൊന്നും വ്യത്യാസമില്ല. ഏത് ഫിഗർ ആണെങ്കിലും ഡെറിവേഷന് വ്യത്യാസമില്ല കേട്ടോ. ഡെറിവേഷന് ഒരു വ്യത്യാസമില്ല. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് എന്തെങ്കിലും കിട്ടാം? ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ഡി എസിന് പകരം എന്ത് കൊടുക്കുക? ഇൻ്റഗ്രൽ ഡി എസിന് എസ് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് കാണാം, പഠിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു.